അതുപോലെ വിവരമില്ലാത്തൊരു പെണ്ണും പുള്ളി. വേപ്പല പൊട്ടിക്കാൻ പോയതാ. ഇങ്ങോട്ട് വരുന്നു. എന്നാ പേസിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങള് വെറുതെ ഇങ്ങനെ ഓരോന്ന്. അല്ല സൊല്ലുങ്ക. അല്ല അതിപ്പം ഒന്നും ഇല്ല മൃതകം. അല്ല എന്നോ ചൊല്ലിക്കൊണ്ടിരുന്നത്. അല്ല ഞങ്ങളിങ്ങനെ ഉത്തമേനെ പറ്റി പറയായിരുന്നു. മാമാവെ പറ്റിയാ? മാമാവെ പറ്റി എന്നാ ചൊല്ലിയത്? അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല. അല്ല പറഞ്ഞു വരുവാണെങ്കിലേ വെറുതെ ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേന്ന് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. மாமா யாருக்கிட்டே மாப்பு சொல்லாது. மாமனு கிட்ட வந்துதான் எல்லாரும் மாப்பு சொல்லுவே. അതെന്താ? பயம் இருக்கு. നിങ്ങൾക്കൊന്ന് കേൾക്കണമാ? ഊരില് പണ്ട് ചന്തയില് വെച്ച് ഒരു ഗുണ്ട വന്ന് മാമനെ അടിച്ച്. മാമ വിടുവാ? ഇല്ല. മാമ ഗുണ്ടായെ അടിച്ച് പഞ്ചറാക്കി. ആ ഗുണ്ട 2 ദിവസം കഴിഞ്ഞ് തിരുമ്പി വന്നാച്ച്. എന്തിന് തിരിച്ചു കൊല്ലാൻ? മാമന് കിട്ട വന്ന് മാപ്പ് ചൊല്ലാൻ. മാമ ആ ഗുണ്ടയെ അടിച്ചില്ലേ, അതിന് 2 അടി ആ ഗുണ്ട മിസ് പണിയാച്ച്. പിന്നെ എപ്പോഴെങ്കിലും മാമ അത് തിരുമ്പി കൊടുക്കുമെന്ന് പേടിച്ചിട്ട് ഇനി തല്ലല്ലേ മാപ്പ് തരണമെന്ന് പറയാൻ വേണ്ടി വന്നിരിച്ചു. നടക്കഥയാണേലും നല്ല രസമുണ്ടല്ലോ. നുണയല്ല നുണയല്ല, നിജമാ. മരതകം, എന്നാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. എന്നോടൊന്നും തോന്നല്ലേ? ഒന്നും തോന്നൂല. അതെ, നിങ്ങളുടെ ശല്യം സഹിക്ക വയ്യാതെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് ആ ചക്കടാ വണ്ടിയിൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ നാട്ടുകാരെല്ലാരൂടെ? நீங்க என்ன சொல்லுது சாகினா? இந்த உண்மை என்ன பேச்சு? தப்பல்ல? അത് തപ്പാ. തപ്പാണോ? എന്ത് തപ്പ്? എന്നെ അറിയത്തില്ലേ? എനക്ക് എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ ചോദിക്കുമെന്ന് അറിയത്തില്ലേ? സത്യമുള്ള കാര്യമാണെങ്കിൽ അങ്ങ് പറയണം. എന്തിനാ ഒളിച്ചു വെക്കുന്നേ? அப்படிയൊന്നുമല്ല, ഞങ്ങൾ ആരും ഓടിച്ചു വിട്ടതൊന്നുമല്ല. അതങ്ങ് പറഞ്ഞാ പോരെ? അങ്ങനെയാണെങ്കിലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ ചോദിച്ചോ. ഒന്നും തോന്നരുതേ. എനിക്കൊന്നും തോന്നത്തേ ഇല്ല. இந்த മോളെ കെട്ടിച്ച് വിട്ടെടുത്ത് ഇങ്ങനെ പെറ്റ് കിടക്കാൻ നാണമില്ലേ? എന്താ പറഞ്ഞേ? അതായത് ഉങ്ങളെ മകളെ കെട്ടിച്ചു വിട്ടില്ലേ, അവിടെ നാണമില്ലേ ഇങ്ങനെ പെറ്റ് കിടക്കാന്ന്? പറഞ്ഞത് എങ്ങോട്ടാ കേറുന്നത്? ഞാൻ വന്ന് നിക്കുന്നതേ എന്റെ മോളെ കെട്ടിച്ചു വിട്ട വീട്ടിലാ. നിങ്ങൾ വന്ന് നിക്കുന്ന എവിടാ? എന്റെ ഭർത്താവിന്റെ അമ്മയുടെ ആങ്ങളുടെ വീട്ടിലല്ലേ വന്ന് നിക്കുന്നത്. എന്നെ പേച്ചടി, ഉനക്ക് എന്നെ പറ്റി ശരിയത് പറഞ്ഞു കൊണ്ടടി. എന്ത് തരികയാണ്? നിനക്ക് എന്നെ അറിയാവിടെ? ഞാൻ സുലു മജീദ്. നീ വന്നെന്ന തിരക്ക് ഞാൻ ആരാന്ന്? നീ എന്നെ പറ്റിയാണ് അങ്ങ് തമിഴ്നാട്ടിൽ പോയി ചോദിക്കും. നിന്നെ ചോദിക്കാൻ തമിഴ്നാട്ടിൽ പോണേ? എന്നെ ചോദിക്കാൻ 1 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ മതി. ഞാൻ പറയാം. ഒന്ന് നിർത്തിക്കേ. നിങ്ങളെ രണ്ടുപേരെ എനിക്ക് നല്ലോണം അറിയാം. ഇവിടുത്തെ ആണുങ്ങൾക്ക് ബോധമില്ല, പെണ്ണുങ്ങളും കൂടെ ഇങ്ങനെ തുടങ്ങി എങ്ങനെ ചെയ്യാ? അവരോട് സുമ്മാ ഇരിക്കാൻ പറ. ഭർത്താവക്ക മതി, നിർത്ത്. കേറി പോകത്ത്. ഉമ്മ അതിലെ അകത്തേക്ക് പോ. സാഹിന പറഞ്ഞതുകൊണ്ട് ഞാൻ പോകാം. അല്ലെങ്കിൽ നീ എന്നെ അങ്ങ് സുമ്മാ റെഡി. അല്ല ഉമ്മ ചുമ്മാതെ അതുവഴി പോന്ന്. ഉമ്മ മറന്നു നോക്ക പോ. എന്താണാവോ ഇവിടെ ഉള്ളവർക്കല്ലേ ഇതെന്താ പറ്റിയേ? ഇതാരിത്? രവിവർമ്മ വരച്ചു വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയ ചിത്രോ? എൻ്റെ അമ്മക്ക് ഇത്ര നാളായിട്ട് എൻ്റെ ഈ പിണക്കം മാറിയില്ലേ? എടാ, ജീവിതത്തിൽ ഒരിക്കലും സമാധാനം തന്നിട്ടില്ലാത്ത നിന്നോട് പിന്നെ എനിക്ക് എന്തു തോന്നായിരുന്നു? അമ്മക്കറിയാമോ, ഞാൻ അമ്മയുടെ നിന്ന് കട്ടുകൊണ്ട് പോയിട്ടുള്ള ആ സ്വർണം തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് തന്നെ. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു നാണവും ഇല്ലാതെ നീ തിരിച്ചു വന്നപ്പം അമ്മയുടെ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പിന്നെ ദിവസവും സ്വർണത്തിന് വില കൂടിയ ഞാൻ എന്ത് ചെയ്യാനാ? എടാ, അത് വില കുറഞ്ഞിരുന്ന സമയമുണ്ടല്ലോ. അത് ഏത് ടൈം? വായിക്കുന്നവരെ കേൾക്കരുത് കേട്ടോ. എൻ്റെ അമ്മക്കൊരു നഗ്ന സത്യം അറിയാമോ?
സ്വന്തം അമ്മയുടെ മാലയും പൊട്ടിച്ച് തമിഴ്നാട്ടിൽ വന്നിട്ട് ഈ സ്വർണത്തിന്റെ വില കൂടുതലെന്ന ഒറ്റ പ്രശ്നം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത എത്ര മക്കളുണ്ടെന്ന് നമുക്കറിയാമോ? പിന്നെ ഞങ്ങൾ തമ്മിൽ വലിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇന്റർനെറ്റിൽ. ഗ്രൂപ്പിന്റെ പേരെന്താണെന്ന് അറിയാമോ? നിന്റെ അമ്മയുടെ മാലയെന്ന്. എന്താ നിന്റെ അമ്മയുടെ മാലയെന്ന്. ആണോ? ആ ഇത് 9-1 ആണോ? എന്തിനാ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാണോ? അമ്മയുടെ ഒരു വേണ്ട വേണ്ട. അമ്മേ എന്തായാലും ഞാൻ അമ്മക്കൊരു ഉറപ്പ് തരാം. അമ്മയുടെ മാല ഞാൻ വാങ്ങിച്ചു തരും. എന്ന് ഞാൻ ചത്തു മുകളിൽ എടുക്കുമ്പോഴോ? അമ്മ എന്നമ്മ ഇപ്പോഴും പേസറേ. അയ്യോ നിനക്കെന്നാ പറ്റിയടാ ഇത്രയും നേരം മലയാളം പറഞ്ഞ് നിനക്ക് ഇപ്പം തമിഴ് കയറി വന്നത്? അത് ഞാൻ ഈ സെന്റിമെന്റ്സ് ആയി കഴിഞ്ഞാലേ പെട്ടെന്ന് തമിഴിലേക്ക് പോകും. പിന്നെ അമ്മ ഇവിടെ എല്ലാവരും പറഞ്ഞില്ലേ ഞാൻ അമ്മേനെ വന്ന് നോക്കണില്ല, ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ നോക്കണില്ല എന്നൊക്കെ. സത്യമല്ലേ? അത് സത്യമല്ല. കഴിഞ്ഞ വർഷം പുതിയ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ കാവടി ഘോഷയാത്ര കാണാൻ അമ്മ വന്നായിരുന്നാ? വന്നായിരുന്നു. അന്നൊരു പരമശിവന്റെ പ്ലോട്ട് വന്നായിരുന്നാ? അമ്മ ഒരു 10 മിനിറ്റ് തൊഴുകയും ചെയ്തായിരുന്നു. ആ പരമശിവൻ ആരായിരുന്നു? ഭഗവാൻ. ഭഗവാനല്ല, ഞാനായിരുന്നു. ഞാനായിരുന്നു ശിവനായിട്ടിരുന്ന് വെച്ചത്. അമ്മക്ക് ഞാൻ അനുഗ്രഹവും തന്നായിരുന്നു. എന്നിട്ടാ നീ നേരെ വരാതിരുന്നത്? അതെങ്ങനെയാണ്? നേരെ കണ്ട സ്വർണം ചോദിക്കൂലേ? അപ്പോഴും സ്വർണത്തിന് വില കൂടി ഇരിക്കുകയായിരുന്നു. ഓ ശിവന്റെ രൂപത്തിൽ സ്വന്തം അമ്മേനെ കാണാൻ വന്ന ആദ്യത്തെ മോനായിരിക്കും ഞാൻ. ഈ പ്രാവശ്യം അമ്മാവന്റെ രൂപത്തിൽ വരാൻ ഓർത്തിരുന്നാ. പൈസയുടെ ഡേറ്റ് പറഞ്ഞിട്ട് നേരത്തേക്ക് പോന്നു. അമ്മയുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. അമ്മയുടെ ആഗ്രഹം പോലെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ശിഷ്ടകാലം എൻ്റെ ആഗ്രഹത്തിനൊത്ത് അമ്മ ജീവിക്കണം. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവൂല. നീ ഇപ്പൊ എന്നെ ഇങ്ങനെ സുഖപ്പെടുന്നൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാവടാ. എന്റെ അച്ഛൻ എനിക്ക് തന്ന 14 സെന്റ് സ്ഥലം നിനക്ക് അങ്ങ് വേണം അല്ലേ? അല്ല കിട്ടിയ അത്രക്ക് പെട്ടു നിൽക്കിയ അമ്മ. അതാ അല്ല മക്കളെ, ഈ 14 സെന്റ് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? എല്ലാ പ്രശ്നവും തീരൂല, പക്ഷെ ഒന്ന് പിടിച്ചു നിൽക്കാം. കടമുണ്ടോ? അതിന് മാത്രം ബിസിനസ് അല്ലായിരുന്നാ? എല്ലാം പൊട്ടി പാളീസായി. അമ്മ ഒന്ന് അമ്മാവനോട് പറ, ഈ 14 സെന്റ് സ്ഥലം അമ്മക്ക് ഉണ്ടെന്ന് വാക്കാലല്ലാതെ ഇത് ആധാരത്തിലുണ്ടോന്ന് അറിയണമല്ലോ. അത് ആദ്യം ആധാരത്തിലുണ്ടോന്നൊന്ന് നോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി, അല്ലാതെ എനിക്ക് തരണ്ട. എന്തായാലും ഒറ്റ മോനല്ലേ, എത്ര തല്ലിപ്പുള്ളിയാണെങ്കിലും സ്വന്തം അമ്മമാര് തീർച്ചയായിട്ടും അത് കൊടുക്കും. അതാണ് അമ്മയുടെ മനസ്സ് എന്ന് പറയുന്നത്. ഇനിയൊക്കെ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യും. இங்க என்ன நடக்க போறது? மாமா, இந்த தரவாடு மொத்தம் நம்ம பேர்ல எழுதிருமா? இந்த தரவாடு മുഴുവൻ എന്റെ പേരിൽ എഴുതാനായിട്ട് ഈ തറവാട് നിന്റെ തന്ത പഴനിമുത്തുന്റെ അല്ലല്ലോ. அப்ப பேரு சொல்லக்கூடாது. മാമാ, പിന്നെ എതൊക്കെ இந்த പഞ്ചായത്ത്? പഞ്ചായത്തല്ല, ഇത് കുടുംബ മീറ്റിംഗാ, കുടുംബയോഗം. അതല്ല, പിന്നെ എല്ലാരും എന്തിനാണ് ചേർന്ന് ഇങ്ങനെ ഗൗരവമാണ് இருக்குது? ഏൻ താത്ത, അതായത് എന്റെ മുത്തശ്ശൻ എന്റെ അമ്മക്ക് എഴുതി കൊടുത്ത സ്ഥലത്തിന്റെ ആധാരം നോക്കാനായിട്ടാണ് ഈ പഞ്ചായത്ത്. ஆஹா, அப்போ உங்களுக்கு பஞ்சாயத்துன்னு சொல்லலாமே. മാമിയാരെ ഉക്കാറുങ്ക. നീ എന്നെ കൂടുതൽ ഉക്കാരിക്കണ്ട, എനിക്കറിയാം ഉക്കാരിക്കാൻ. ഉക്കാരിക്കാൻ വന്നിരിക്കുന്നു. മിണ്ടാതിരിക്കുക. ആ കുട്ടി നല്ല രീതിയിൽ പറഞ്ഞതല്ലേ, വെറുതെ വേണം ഉണ്ടാക്കല്ലേ പച്ചി. ഇന്നെന്തോടാ പതിവില്ലാത്ത ഒരു ബഹുമാനം? അയ്യോ, ഇന്ന് മാത്രമല്ല, എനിക്ക് അമ്മാനെ പണ്ടോട്ടെ ബഹുമാനോ. എരി എരി. എടാ പങ്കി, ഇതെന്റെ അച്ഛൻ എനിക്ക് എഴുതി തന്ന പ്രമാണമാണ്. അവിടെ ബാലാമയുടെ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ട്. കൊട്ടിലപ്പാട്ട് ശ്രീമാൻ രാജശേഖരന്റെയും ഗോമതിയുടെയും രണ്ടാമത്തെ മകളായ ബാലാമണിക്ക് 40 വയസ്സ്. അപ്പച്ചിക്ക് 40 വയസ്സോ? എടാ പുണ്ണി, അത് പണ്ട് ആധാരം എഴുതി കൊടുത്തപ്പോൾ വയസ്സാന്നു. 40 വയസ്സിൽ അപ്പൂപ്പൻ അമ്മക്ക് സ്ഥലം എഴുതി തന്നു. ഈ 45 വയസ്സായിട്ട് എനിക്ക് എന്താ അമ്മ തന്നത്?
എവിടെയൊന്നും വായിക്കട്ടടാ ഇത് കേക്ക്. മകൾ ബാലാമണിക്ക് എഴുതി വെക്കുന്ന ഇഷ്ടദാനം ചോറ്റാനിക്കര പുതുമനപ്പടി. പുതുമനപ്പടി പഞ്ചായത്തിൽ കൊട്ടിലപ്പാട്ട് തറവാട്ടിലെ സർവേ നമ്പർ 41/1979 1.5 ഏക്കർ പുരയിടത്തിൽ തെക്ക് കിഴക്ക് മാറി സർവേ നമ്പർ 53/1978 14.5 സെന്റ് പുരയിടം, അതായത് 14.5 സെന്റ് കേട്ടോ, എന്റെ കാലശേഷം ഇഷ്ടദാനമായി പതിച്ചു നൽകിയിരിക്കുന്നു. 1-ാം സാക്ഷി രാജശേഖരൻ, 2-ാം സാക്ഷി സുമതി. ഓ അപ്പൊ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ടല്ലേ? എഴുതി വെച്ചിട്ടുണ്ട്. സത്യം ജയിച്ചു. സത്യം ജയിച്ചെന്ന് എന്റെ ഭാഗത്താണ് ന്യായമുള്ളൂ. അത് ഞാൻ ജയിച്ചു. ജയിക്കാനും തോൽക്കാനും ഇവിടെ ആരും അതില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല, നുണയും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഒരു തർക്കമാകുമ്പോഴത്തേക്ക് അവസാനം ഒരു വിധി വരുമല്ലോ, അത് ന്യായത്തിന്റെ ഭാഗത്ത് വരുമല്ലോ. അത് തന്നെ തന്നെ ഒന്ന്. ഇയാൾ എന്തൊക്കെ നോക്കണേ? അല്ല, ഈ സ്ഥലത്തിനകത്ത് ഇടയ്ക്ക് 1-2 ബാറിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അത് നമുക്ക് വല്ല ഷെയറുള്ളതാണോ? ഇയാൾ എന്ത് ഈ പറയണേ? അല്ല, കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയുന്നല്ല. എടോ, അതിൽ ആ നമ്പർ എഴുതിയിട്ട് ഒരു ചെരിഞ്ഞ ലൈനില്ലേ, അതാണ് പറയണത്. ലൈൻ കമ്പി പോണ ഏരിയണോ? അത് നമുക്ക് വേണ്ടെന്നാ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ. അല്ല ചേട്ടാ, ഇത് തെക്ക് വടക്ക് കിഴക്ക് ബാറെന്നൊക്കെ എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ട്? കറക്റ്റ് ആയിട്ട് സ്ഥലം എവിടെയെന്ന് പറഞ്ഞു എനിക്ക് അളന്ന് കുറ്റിയടിക്കാം. അതെ, ആ തെക്ക് ഭാഗത്തൊരു ജാതികത്തോട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ അങ്ങടെ സ്ഥലം. അങ്ങനെ ഊഹം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കൃത്യമായിട്ട് അളന്ന് കുറ്റിയടിക്കേണ്ടതാണ്. അമ്മാവ് അങ്ങനെയാണെങ്കിലേ ഇടിക്കുന്ന ആനന്ദേട്ടനെ വിളിക്കും. ആനന്ദേട്ടൻ സർവേറല്ല, ആനന്ദേട്ടൻ അളന്നോളൂ. അത് വേണ്ട, ഈ വീട്ടിലുള്ളവർ തന്നെ അളന്നാലേ സ്ഥലം കുറയും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുന്നു, ഈ ആളെ കൊണ്ടുപോവാ, നിന്റെ ആവശ്യമല്ലേ? ഞാനുണ്ടാക്കും. പുറത്ത് ഞാൻ പിടിപാട് உங்களுக்கு ആർക്കും தெரியாது. മരതകം 14.5 സെന്റ് സ്ഥലം നമുക്ക് കിട്ടി. 14 സെന്റ് സ്ഥലമല്ലോ. ഈ തറവാടില്ലേ? വേണ്ട വേണ്ട, തറവാട് നമുക്ക് വാങ്ങിക്കണ്ട. തറവാട് വാങ്ങിച്ച് ഇവരെല്ലാവരും നമ്മൾ നോക്കേണ്ടി വരും. വീട് വേണ്ട, സ്ഥലം മതി. അതെ സാറേ, ഇവിടെയാണ് എൻ്റെ അമ്മയുടെ സ്ഥലം. നിങ്ങളിത് അളന്ന് എങ്ങോട്ടായി പോണത്? അളക്കട്ടോ, അളന്നാലേ പറയാൻ പറ്റുള്ളൂ. അളന്നിട്ട് പറഞ്ഞാൽ മതി. അമ്മാവോ, എനിക്ക് അമ്മാവനൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊക്കെ ഇത്ര നാൾ എന്തെടുത്തിരിക്കുകയായിരുന്നു? ഇത്രയും പേര് ഇവിടെ വെറുതെ ഇരുന്നിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് അളന്ന് കുറ്റിയടിച്ച് വെക്കാൻ പാടില്ല. ഞാൻ അല്ല, ഇത് പറയാനാണ് ഇയാൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇത് പറയാൻ നീ വേറെ കുറെ കാര്യം പറയാനുണ്ട്. എടാ പുണ്ണി, നീ പറമ്പ് മുഴുവൻ ഓടി നടക്കണല്ലേ? നിനക്ക് ഇവിടെ അളന്ന് കുറ്റിയടിച്ചാൽ നിന്റെ പശുവിനെങ്കിലും കെട്ടാൻ പാടില്ല. ഞാൻ പശുവിനെ കെട്ടാൻ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്, ഇനി കുറ്റിയടിച്ച് കെട്ടൊന്നും വേണ്ട. ഉത്തമ, നീ പറഞ്ഞ പോലെ അളന്ന് തിരിച്ചു വെക്കാനേ കൊട്ടിലപ്പാട്ട് തറവാട്ട് പ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കല്ല. ഉത്തമ, അത് മാത്രല്ല, ഞങ്ങളുടെയൊക്കെ മനസ്സുപോലെ തന്നെയാണ് ഈ കൊട്ടിലപ്പാട്ട് പറമ്പും തറവാടും. മൊത്തം ക്ഷയിച്ചിരിക്കുകയാണോ? അതല്ലടോ, ഇതിനൊന്നും അതിരുകൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല ഇതുവരെ. ഓ, ഫിലോസഫി. ഈ ഫിലോസഫി കൊണ്ടൊന്നും വിശപ്പ് മാറില്ല. വിശപ്പ് മാറണമെങ്കിലേ പൈസ വേണം. എന്നിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല ഇതുവരെ. എന്ത് പറ്റി? ഇപ്പോഴല്ലേ എന്റെ ടൈം വന്നത്. ഈ സ്ഥലം വിറ്റിട്ട് വേണം എനിക്കൊന്ന് രാജാവായിട്ട് ജീവിക്കാനല്ല, മുടിപ്പിക്കാൻ. അത് സാർമാരേ, ഇത് എങ്ങോട്ട് പോവാ? അതെ, നിങ്ങൾ ആരും അവിടെ ഒന്നും വെയിൽ കൊള്ളേണ്ട കാര്യമില്ല. എന്താ സാറേ, അളവ് കഴിഞ്ഞോ? ഈ ആധാരത്തിൽ പറയുന്ന 14 സെന്റ് സ്ഥലം ഇവിടെ ഇല്ല. എന്ത്? ഓഹോ, അപ്പൊ ആ 14.5 സെന്റ് സ്ഥലം മുക്കി എന്റെ അമ്മക്ക് കൊടുക്കാന്ന് പറഞ്ഞ 14.5 സെന്റ് സ്ഥലം ഈ സ്ഥലത്ത് നിന്ന് മാറ്റി ഇവര് വേറെ എവിടെ സ്ഥലത്ത് കൊണ്ടുപോയി. എനിക്ക് എന്റെ അമ്മയുടെ സ്ഥലം വേണം. ആ മച്ചിന്റെ പോളുണ്ട്, പോയെടുത്തോ. അന്ന് വാ. എനിക്ക് ഇവിടെ പ്രാന്തണ്ടോ? എടോ, ഇപ്പൊ അവര് പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മ കൊടുക്കാന്ന് പറഞ്ഞ 14.5 സെന്റ് സ്ഥലം ഇവിടെ ഇല്ലാന്ന്. അമ്മ ഇത് വല്ലതും കേൾക്കണ്ട. അയ്യോ, എന്താണ് അമ്മക്ക് കൂടെ 10 ചക്കക്കുരു കിട്ടിയാൽ മതിയില്ല. എനിക്ക് അമ്മ കൊടുക്കാന്ന് പറഞ്ഞ 14 സെന്റ് സ്ഥലം ഇവിടെ വേണം. എടാ ഉത്തമ, ഈ സ്ഥലത്തുള്ള സ്ഥലം ഇവിടുന്ന് വേറെ എങ്ങനെയും പറന്നു പോവോ? അത് ഇവിടെ തന്നെ കാണില്ലേ? സാറേ, എന്താ നിങ്ങൾ പറയണേ? ഇവിടെ ഈ 14 സെന്റ് ആധാരപ്രകാരം ഉള്ളത് ഏത് സ്ഥലത്ത്? അവിടെ ഉണ്ടോ? ഇല്ലേ? ഇവിടെ ഇല്ല. കേട്ടല്ല, ഇവിടെ ഇല്ലാന്ന്. നിങ്ങൾക്കൊക്കെ നാണോണ്ടാ? പാവം പിടിച്ച എന്റെ അമ്മേനെ കൊണ്ട് ഇവിടെ അടുക്കളപ്പണി വെച്ച് എല്ലാം ചെയ്യിച്ചിട്ട് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 14.5 സെന്റ് സ്ഥലം എല്ലാവരും കൂടി അങ്ങ് മുക്കി. എനിക്ക് ആ സ്ഥലം കിട്ടണം, സ്ഥലം കാണണം എവിടെ ഉണ്ടെന്ന് അറിയണം. ഉത്തമന്റെ പ്രസംഗം കഴിഞ്ഞാ തൽക്കാലത്തേക്ക് എന്നാ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ,
ആധാരപ്രകാരമുള്ള ഈ 14 സെന്റ് സ്ഥലം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ തീരെ ഇല്ല എന്നാണോ? ഇവിടെ തീരെ ഇല്ലെന്നല്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഓ, ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പറയാം. ഇതെന്താ കെട്ടഴിഞ്ഞു പോയ പശുവാ? നന്ദിനി കെട്ടഴിഞ്ഞാ? നന്ദിനി ആധാരത്തിലില്ല. ഒന്നും മിണ്ടാതിക്കടോ സാറേ. ഒറ്റ കാര്യം പറയാ, സ്ഥലം ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ദേ ഒരുമാതിരി രണ്ടും കെട്ട വർത്താനം പറയരുതാ. ഞാൻ ചോദിച്ചപ്പോ ഇല്ലാന്നും പറഞ്ഞ അവര് ചോദിച്ചപ്പോ ഉണ്ടെന്നും പറഞ്ഞ ഞാനിപ്പോ ചമ്മി നാറിയില്ലേ? ഡോ ഒന്നും മിണ്ടാണ്ടിക്ക്. അവരെ അളക്കണ ആൾക്കാരല്ലേ, അവരൊന്നും സമാധാനത്തിൽ കാണിച്ചേരട്ടെ എവിടെ സ്ഥലം ഉള്ളത്. വാ കാണിച്ചു തരാം. ആ കാണണമല്ല, വാ വാ. അത് மாமா உங்களை ഇവിടെ നിൽക്കാതെ അങ്ങ് ചെല്ല്. അങ്ങോട്ട് ചെന്നിട്ട് കാര്യമൊന്നുമില്ല. ആ പുള്ളിക്കാരൻ ഇനിയും മാറ്റി പറയും. ഇപ്പൊ അവിടെ ചെന്നെ പറഞ്ഞ ഞാൻ ആകെ ചമ്മി മാറി നിൽക്കേ. ഓ, അമ്മയുടെ നോട്ടം കണ്ടില്ല. അവർക്കാണെങ്കിൽ ചക്കക്കൂര് കിട്ടിയാൽ മതി. ഞങ്ങളെ പൊന്നാണ്. മാമ, ഇത് എന്തൊരാളോടെ പോയത് തീരണല്ലേ? ഇത് നിന്റെ 100 അളവ് എടുക്കല്ല, അവിടെ സ്ഥലം അളക്കുക. ഓ, ഇങ്ങനെ തക്കടിക്കുമ്പോ ഒരു കറുത്ത കരണേ വേണ്ടത് അല്ലേ മോളെ? അല്ല, ഒരു മാലയും വേണം, ഒരു തൊപ്പിയും കൂടെ വേണം. അയ്യോ മാമാ, മാമനല്ല അപ്പുറത്തെ മാമന. മാമോ വിളിക്കണേ. ഈ 14.5 സെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏകദേശം എത്ര ഉണ്ടാവും? ഏതാണ്ട് ഒരു 15 സെന്റിൽ നിന്ന് ഒരു 1/2 സെന്റ് കുറഞ്ഞ ഏതാണ്ട് ഒരു 14 സെന്റ് കാണും. കറുത്തറിനോട് പറഞ്ഞാൽ അവിടെയും വേണോട്ടാ. ഒടുക്കത്തെ തഗ്ഗ രണ്ടു. തగ్గടിക്കല്ലേ, എന്തിനാ ചെപ്പടിച്ച് പൊട്ടിക്കുന്നുണ്ട്. പങ്കജാക്ഷൻ ആ ഒന്ന് വരൂ. ആ നിനക്ക് ഞാനും മന്നുണ്ട്. എന്തിനാ നീ പറഞ്ഞേ? അല്ല ഞാനും മന്നം. എന്തിനേ? അല്ല എനിക്ക് അറിയണമല്ലോ, സ്ഥലം എവിടെ നിന്ന് അറിയണമല്ലോ. എടാ നീ കൊണ്ടുവന്ന ആളുകളല്ലേ അവിടെ അളക്കണേ. അപ്പൊ ഞാനല്ലേ ചെല്ലുണ്ട്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായിണ്ടാവും. അത് എന്നെ വിളിക്കാതെ അവിടെ അമ്മാവൻ ചെല്ല്. ഞാൻ ഇവിടെ വേണ്ട, ഞാൻ നോക്കാം. മമ്മി ഇവിടെ നില്ല. അല്ലയാ എന്താ പറഞ്ഞളിയാ? അതേ അതെ, ഇപ്പൊ അവര് രഹസ്യമൊന്നും വേണ്ട, പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. എടോ അവര് പറഞ്ഞ കാര്യം ഞാൻ അളിയനോടൊന്ന് അവതരിപ്പിക്കട്ടെ. അത് എന്തിനാണ് ഞങ്ങളോട് പറഞ്ഞ? ഞങ്ങൾക്കല്ലേ സ്ഥലം വേണ്ടത്. ഇയാള് എന്തൊക്കെ ഈ പറയണേ? പിന്നെ അവര് പറഞ്ഞ സ്ഥലം ഒന്ന് ആദ്യം അളിയനോടൊന്ന് എനിക്ക് പറയണ്ടേ? അതെന്തിനാന്ന് അളിയോട് പറഞ്ഞ? ഞങ്ങളോട് പറയണ്ടേ? എന്നാ എല്ലാവരും കേട്ടോ, എല്ലാവരും കൂടി കേട്ടോ. എല്ലാവരും കേൾക്കട്ടെ. പ്രാവശ്യം പറയാം. അതെ, ഈ വീടിന്റെ അതിർത്തി എന്ന് പറയുന്നത് ഈ എറവെള്ളം വീഴുന്ന ആ ഒരു സ്ഥലം വരെയാണ്. അപ്പൊ വീട് ഞങ്ങൾക്കാണോ? അതെ, തോക്കിന്റെ അല്ലാതെ പിന്നെ വെറുതെ എന്റെ ഇടയിൽ ചാടി കയറി എനിക്ക് പറയാൻ പറ്റണ്ടേ? ഈ അതിർത്തി ശ്രദ്ധിച്ച് കേട്ടോ. ഇനി രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അളിയന് വേണ്ടിയാണ് ഞാൻ ഈ പറയണേ. ഇതാ ഈ അതിർത്തി, ഇതാ ഈ വീടിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ എറവെള്ളം വീഴുന്ന അത്രയും ഭാഗം മുതൽ നീളത്തില് ഇതാ ഈ തൊഴുത്തിന്റെ അപ്പുറത്തെ സ്ഥലം മുതൽ അങ്ങോട്ട് ഇങ്ങനെ 14.5 സെന്റ് സ്ഥലം നീളത്തിലാണ് ആധാരപ്രകാരം അപ്പച്ചിയുടെ സ്ഥലമായിട്ട് കിടക്കുന്നത്. 14.5 സെന്റ്. എന്റെ തൊഴുത്തോ? നിന്റെ തൊഴുത്തൊക്കെ അപ്പച്ചിയുടെ സ്ഥലത്ത് വിടും. അപ്പൊ അമ്മാവന്റെ കക്കൂസും പെടും. അതിങ്ങനെ നീളത്തില് ഞാൻ പറഞ്ഞില്ലേ, ഈ അറവെള്ളം വീഴാനുള്ള സ്ഥലം കഴിച്ച് ബാക്കി അങ്ങോട്ട്. അപ്പം ഇതാണ് എനിക്കുള്ള മുതല്. അതെ, സന്തോഷായി. എന്നാലും ആങ്ങളെ എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു. പെങ്ങളെ ഞാനല്ലത് ചെയ്തു വെച്ചേക്കുന്നേ, അച്ഛനാ. ചത്തുവായച്ചനെ കുഴിയിൽ നിന്ന് വിളിച്ചതിനെ പറ്റി എനിക്ക് ചോദിക്കാൻ ഒക്കുവോ? എനിക്ക് നിങ്ങളോടെ ചോദിക്കാൻ ഒക്കുള്ളൂ. അല്ല അപ്പച്ചി, അതിനിപ്പോ എന്താ കുഴപ്പം? സ്ഥലം ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, ഒരു കുഴപ്പമില്ല. ഒരറ്റത്ത് കക്കൂസ്, ഒരറ്റത്ത് കന്നുകാലിക്കൂട്, പിന്നെ എന്തോ വേണം? അല്ല അതിപ്പോ ഇവര് അറിഞ്ഞോണ്ട് ചെയ്തല്ലോ. അറിയാതെ തനി അവിടെ മുളച്ചു വന്നതാ. എന്താ പറയണേ അപ്പച്ചി? ആദ്യം വിചാരിച്ചിരുന്ന സ്ഥലം അവിടെ എന്നല്ലേ? ആ കണക്കിന് ഇവിടെ വെച്ചു. ചിലപ്പോ ഒരു പക്ഷേ ഇത് പങ്കുവെക്കുന്ന സമയത്ത് വീടിന്റെ അടുത്ത് തന്നെ അപ്പച്ചിയുടെ സ്ഥലം കിടക്കട്ടെ എന്ന് കാരണവന്മാര് വിചാരിച്ചിട്ടുണ്ടാവും. ഇതൊന്നുമല്ല, ബാലാമണിക്ക് ആരും ഇല്ലല്ലോ, മകനും ആരും ഇല്ല ഇവിടെ. അപ്പൊ അവങ്ങട്ടാണെങ്കിൽ എന്തും ആകാം. ഇത് തന്നെ കാര്യം. കാലത്ത് ചെയ്തല്ലേ? അന്നത്തെ കാലത്ത് ചെയ്തോട്ടെ, അതിനെന്താ?
എന്താ അപ്പച്ചി ഈ പറയുന്നത്? വെറുതെ നീ സംസാരിക്കും. എന്തിനാ കൂടുതൽ സംസാരിക്കുന്നു? അല്ല, ഞാനുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. വെറുതെ ഒരു തർക്കം ഉണ്ടാക്കണ്ടല്ലോ നമ്മുടെ കുടുംബത്ത്. അല്ല അമ്മ അങ്ങനെ വർത്താനം പറയല്ലേ? ആ. നെടുപിരിയാനായിട്ടുള്ള മോൻ നിൽക്കല്ലേ ഇവിടെ ഇങ്ങനെ? ഇത്ര നാൾ നീ എവിടെ ആയിരുന്നടാ? ഒരു കത്ത് എഴുതി കൂടായിരുന്നാ? ആർക്ക് മുഖമന്ത്രിക്കോ? അതെ, ഇനി അമ്മേനെ ആരും ഒന്നും പറയാൻ പോണില്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ആവട്ടെ, എന്താ ഉത്തമന്റെ ഉദ്ദേശം? അപ്പൊ നമ്മൾ ഈ പരസ്പര ധാരണ കൂടി എല്ലാവരും കൂടി ചേർന്നിട്ട് ആ. നാളെ നമുക്ക് തൊഴുത്തങ്ങ് പൊളിക്കണം. ആദ്യമേ തൊഴുത്ത് വിളിക്കേ. തൊഴുത്ത് പൊളിക്കണം. ഉത്തമ അത് ചെയ്യരുതട്ടോ. എന്താണ്? അതേ ഉത്തമ, നീ എന്തിനുള്ളത് പുറപ്പാടാ? നീ എന്തിനുള്ള പുറപ്പാടാ? ഇക്കണ്ട കാലം ഈ തറവാട്ടിൽ ഇങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വളരെ ഒത്തൊരുമയോടുകൂടെ കഴിഞ്ഞത്. നീ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചിരുന്നതാ. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഈ ജാതി പരിപാടികൾ കാണിക്കാനാണോ നിന്റെ ഉദ്ദേശം? അല്ല, എനിക്ക് എന്റെ അമ്മയുടെ സ്ഥലം മേടിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ ഞാൻ പോകും. ഇപ്പൊ സ്ഥലം ഇത് ഞങ്ങളുടെ ആണല്ലോ. എടോ, അത് മനസ്സിലായല്ലോ, ഈ സ്ഥലം നിങ്ങളുടെയാണെന്ന്. അതിനിപ്പോ അവിടെ തൊഴുത്തിരുന്നോണ്ട് എന്താ കുഴപ്പം? ഒരാൾ ഈ സ്ഥലം മേടിക്കാൻ വരുമ്പോ ഒരു വശത്ത് കക്കൂസ്, ഒരു വശത്ത് തൊഴുത്ത്, പിന്നെ ആരെങ്കിലും സ്ഥലം മേടിക്കുവാ? അപ്പൊ നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് എന്നാലും ഇവിടുന്ന് കറങ്ങണ്ട, എന്റെ പറമ്പിൽ നിന്ന് വിട്ടു. സീതേച്ചി, വെറുതെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അതെ അതെ, ഇത് നമ്മളാരും ഒന്നും ചെയ്തതല്ലല്ലോ. ആധാരത്തിൽ ഇങ്ങനെ ഒരു കുഴപ്പം കയറി വരുന്നു നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചോ?